അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായന്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 18 ബുധനാഴ്ച. ADGP MR അജിത് കുമാറിനെ DGPയായി സ്ഥാനക്കയറ്റം. ADGP MR അജിത് കുമാറിന്റെ DGPയായുള്ള സ്ഥാനക്കയറ്റത്തിൽ സ്ക്രീനിംഗ് കമ്മിറ്റി ശുപാർശ മന്ത്രിസഭ അംഗീകരിച്ചു. ഇതോടെ ജൂലൈ 1 ഒഴിവ് വരുന്ന മുറയ്ക്ക് DGPയായി സ്ഥാനക്കയറ്റം ലഭിക്കും. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള കമ്മിറ്റിയാണ് അജിത് കുമാർ അടക്കമുള്ളവരുടെ സ്ഥാനക്കയറ്റം ശുപാർശ ചെയ്തത്. സുരേഷ് രാജ് പുരോഹിത്, MR അജിത് കുമാർ എന്നിവരുടെ സ്ഥാനക്കയറ്റ ശുപാർശയാണ് ക്യാബിനറ്റ് അംഗീകരിച്ചത്. അതേസമയം MR അജിത് കുമാറിനെ DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം നൽകാനുള്ള ശുപാർശ തിടുക്കപ്പെട്ടുള്ളതല്ലെന്നും മാനദണ്ഡങ്ങൾ പരിശോധിച്ചാണ് സ്ഥാനക്കയറ്റമെന്നും മന്ത്രി P രാജീവ് വ്യക്തമാക്കി. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് എയർലിഫ്റ്റിംഗിന് പണം ചോദിച്ച കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തെ വിമർശിച്ച് ഹൈക്കോടതി. കേന്ദ്രം ചോദിച്ച 132.62 കോടി രൂപയിൽ 13 കോടി മാത്രമാണ് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് ചെലവായതെന്നും 8 വർഷം മുൻപ് വരെയുള്ള ബില്ലുകൾ എന്തിനാണ് ഇപ്പോൾ നൽകിയതെന്നും കോടതി ചോദിച്ചു. വയനാട് ദുരന്തത്തിൽ ചെലവായ തുക സംബന്ധിച്ച് കേന്ദ്രത്തിന് കത്ത് നൽകിയെന്ന് കേരളം അറിയിച്ചെങ്കിലും കത്ത് ലഭിച്ചില്ലെന്നായിരുന്നു കേന്ദ്രത്തിന്റെ മറുപടി. സംസ്ഥാനത്തിന്റെ ദുരന്ത നിവാരണ ഫണ്ടിൽ ശേഷിക്കുന്നത് 181 കോടി രൂപ മാത്രമാണെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ഫണ്ടിൽ 120 കോടി രൂപ ചെലവഴിക്കാൻ കേന്ദ്ര സർക്കാർ ഇളവ് നൽകണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടു. വയനാടിനു വേണ്ടി മാനദണ്ഡങ്ങളിൽ ഇളവ് ചെയ്തുകൂടെ എന്ന് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചു. ഇതേ തുടർന്ന് വയനാട് കേസ് ജനുവരി 10 മാറ്റുകയും ചെയ്തു. തോമസ് കെ തോമസ് MLA മന്ത്രിയാകാൻ സാധ്യതയില്ലെങ്കിൽ താനെന്തിനെ രാജിവെക്കണമെന്ന് AK ശശീന്ദ്രൻ. രാജിവെച്ചാൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ എതിർക്കുന്നതുപോലെയാകുമെന്നും ശശീന്ദ്രൻ വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ തനിക്കൊരു പിടിവാശിയുമില്ലെന്നും വിഷയം ദേശീയ നേതൃത്വം ആദ്യം ചർച്ച ചെയ്ത ഘട്ടത്തിൽ തോമസ് കെ തോമസിനെ മന്ത്രിയാകാൻ വേണ്ടി മാറാൻ താൻ തയ്യാറാണെന്ന് പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. വിഴിഞ്ഞം തുറമുഖത്തെയും ഔട്ടർ റിംഗ് റോഡിനെയും ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന ക്ലോവർ ലീഫ് പദ്ധതിക്ക് ഭൂമി ഏറ്റെടുപ്പിനുള്ള പദ്ധതി തത്വത്തിൽ അംഗീകാരമായെങ്കിലും പണം എങ്ങനെ കണ്ടെത്തുമെന്നതിൽ പ്രതിസന്ധി. 20 ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ ചുരുങ്ങിയത് 250 കോടി രൂപയെങ്കിലും വേണ്ടിവരുമെന്നാണ് കരട് രേഖ. ചങ്ങനാശ്ശേരി പെരുന്ന സ്വദേശിയായ ഡോക്ടറെ വെർച്വൽ അറസ്റ്റിൽ നിന്ന് ലൈവായി രക്ഷപ്പെടുത്തി പോലീസ്. ബാങ്കിൽ നിന്ന് കൂടുതൽ തുക ട്രാൻസാക്ഷൻ നടക്കുന്നത് ബാങ്കിന്റെ ഇന്റേണൽ സെക്യൂരിറ്റി വിഭാഗമാണ് പോലീസിനെ അറിയിച്ചത്. കൊറിയർ സർവീസ് വഴി ലഹരി വസ്തുക്കളും സ്ഫോടക വസ്തുക്കളും കടത്തിയെന്നും അറസ്റ്റ് ചെയ്യാൻ സുപ്രീംകോടതി ഉത്തരവുണ്ടെന്നും പറഞ്ഞാണ് തട്ടിപ്പ് സംഘം ഡോക്ടറെ കുരുക്കിയത്. അങ്കമാലി അതിരൂപതയിലെ 4 വൈദികരെ ചുമതലകളിൽ നിന്നും നീക്കി. ബസിലിക്കയിലെ അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ഫാദർ വർഗീസ് മണവാളനെ പ്രീസ്റ്റ് ഹോമിലേക്ക് മാറാൻ നിർദ്ദേശം നൽകി. ഫാദർ ജോഷി വേഴപ്പറമ്പിൽ, ഫാദർ തോമസ് വാളൂക്കാരൻ, ഫാദർ ബെന്നി പാലാട്ടി എന്നിവർക്കെതിരെയും നടപടി സ്വീകരിച്ചു. തൃപ്പൂണിത്തുറ, പാലാരിവട്ടം, മാതാനഗർ എന്നീ പള്ളികളിലെ വികാരിമാരായിരുന്ന 3 പേരെയും വിമത പ്രവർത്തനത്തിന്റെ പേരിലാണ് നീക്കിയത്. ക്രിസ്മസിന് മുൻപ് കൂടുതൽ വൈദികർക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ പുറത്താക്കൽ അംഗീകരിക്കില്ലെന്ന് വിമത വിഭാഗം വ്യക്തമാക്കി. ഗോൾഡൻ ഗ്ലോബ്, കാൻ ചലച്ചിത്രമേളകളിൽ പ്രേക്ഷക പ്രശംസയും പുരസ്കാരങ്ങളും നേടിയ 7 ചിത്രങ്ങൾ IFFKയിൽ 6ാം ദിനമായ ഇന്ന് പ്രദർശിപ്പിക്കും. ദി സബ്സ്റ്റൻസ്, അനോറ, ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്, എമിലിയ പെരസ്, ദി ഷെയിംലെസ്, കോൺക്ലേവ്, ദി സീഡ് ഓഫ് സീക്രട്ട് ഫിഗ് എന്നിവയടക്കമുള്ള ചിത്രങ്ങളാണ് വിവിധ തിയേറ്ററുകളിൽ എത്തുന്നത്. അന്തരിച്ച CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഏറ്റെടുത്ത നടപടി ഹൈക്കോടതി ശരിവച്ചു.
മതാചാരപ്രകാരം സംസ്കരിക്കാൻ വിട്ടുനൽകണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. നേരത്തെ സിംഗിൾ ബെഞ്ചും ഈ ഹർജി തള്ളിയിരുന്നു. എന്നാൽ നിയമപോരാട്ടം തുടരുമെന്നും ഇതിനായി സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും മകൾ ആശ ലോറൻസ് പറഞ്ഞു. SOG കമാൻഡോ വിനീതിന്റെ ആത്മഹത്യ ഉന്നത ഉദ്യോഗസ്ഥരുടെ മാനസിക പീഡനം മൂലമാണെന്ന് അന്വേഷണ സംഘത്തിന് മൊഴി നൽകി വിനീതിന്റെ സഹപ്രവർത്തകർ. അസിസ്റ്റന്റ് കമാൻഡന്റ് അജിത്തിന് വിനീതിനോട് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നുവെന്നും മൊഴിയിൽ പറയുന്നു. കൊണ്ടോട്ടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുത്തത്. കോഴിക്കോട് സർക്കാർ നഴ്സിംഗ് കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിനിയായ ലക്ഷ്മി രാധാകൃഷ്ണന്റെ മരണത്തിൽ ആരോപണവുമായി ബന്ധുക്കൾ. ലക്ഷ്മിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും വിഷയത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും ബന്ധുക്കൾ പറഞ്ഞു. ലക്ഷ്മി ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യം നിലവിൽ ഉണ്ടായിരുന്നില്ലെന്നും ഞായറാഴ്ചയാണ് വീട്ടിൽ നിന്നും കോഴിക്കോട്ടേക്ക് മടങ്ങിയതെന്നും ബന്ധുക്കൾ പറഞ്ഞു. വയനാട് മാനന്തവാടിയിൽ ആദിവാസി സ്ത്രീയുടെ മൃതദേഹം ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകേണ്ടി വന്ന സംഭവത്തിൽ ട്രൈബൽ പ്രൊമോട്ടർ മഹേഷ് കുമാറിനെ പിരിച്ചുവിട്ട് ഉത്തരവിറങ്ങി. താൽക്കാലിക ജീവനക്കാരനായ മഹേഷിനെ പിരിച്ചുവിട്ടതിൽ മറ്റ് ട്രൈബൽ പ്രൊമോട്ടർമാർ ഇന്ന് പ്രതിഷേധിക്കും. കാട്ടാനാക്രമണത്തിൽ എൽദോസ് കൊല്ലപ്പെട്ട കോതമംഗലം കുട്ടമ്പുഴയിൽ 8 കിലോമീറ്റർ ദൂരത്തിൽ കിടങ്ങ് നിർമ്മാണം പുരോഗമിക്കുന്നു. പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമെന്നും വഴിവിളക്കും ഫെൻസിംഗും അടക്കമുള്ള സുരക്ഷ അടിയന്തരമായി ഒരുക്കണമെന്നുമാണ് നാട്ടുകാരുടെയും പഞ്ചായത്തിന്റെയും ആവശ്യം. ആലപ്പുഴയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് ഗുരുതര വൈകല്യങ്ങളോടെ ജനിച്ച നവജാത ശിശുവിനെ കൈയൊഴിഞ്ഞ് ആരോഗ്യവകുപ്പ്. കുഞ്ഞിന്റെ ചികിത്സ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ദിവസം വിവിധ പരിശോധനകൾക്കായി പണം ഈടാക്കി. ഡോക്ടർമാർക്കെതിരായ നടപടിയും വൈകുകയാണ്. സർക്കാർ അവഗണനയ്ക്കെതിരെ കടപ്പുറത്തെ വനിതാ ശിശു ആശുപത്രിക്ക് മുന്നിൽ സമരം ചെയ്യാൻ ഒരുങ്ങുകയാണ് കുടുംബം. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാറും. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ആദ്യ ഗഗൻയാൻ ആളില്ലാ ദൌത്യത്തിനായുള്ള വിക്ഷേപണ വാഹനത്തിന്റെ നിർമ്മാണം ISRO ആരംഭിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലാണ് HLV M3 റോക്കറ്റിന്റെ നിർമ്മാണം. വിവാദ പ്രസംഗത്തിൽ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിനെ താക്കീത് ചെയ്ത് സുപ്രീംകോടതി കൊളീജിയം. തന്റെ പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങൾ അടർത്തിമാറ്റി വിവാദമാക്കിയെന്നാണ് ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ് കൊളീജിയത്തെ അറിയിച്ചത്. ഇത് അംഗീകരിക്കാത്ത കൊളീജിയം പ്രസംഗം പദവിക്ക് നിരക്കാത്തതാണെന്നും ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും ചൂണ്ടിക്കാട്ടി. പുഷ്പ 2 പ്രീമിയർ പ്രദർശനത്തിനിടെ തിരക്കിൽപ്പെട്ട് മരിച്ച ഹൈദരാബാദ് ദിൽഷുഖ് നഗർ സ്വദേശിനി രേവതിയുടെ മകൻ 9 വയസ്സുകാരൻ ശ്രീനേജിന്റെ മസ്തിഷ്ക മരണം ആശുപത്രി സ്ഥിരീകരിച്ചു. അപകടശേഷം പൂർണ്ണമായും കുട്ടി അബോധാവസ്ഥയിലായിരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരുന്നത്. അതേസമയം ദുരന്തം നടന്ന സന്ധ്യ തിയേറ്ററിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഹൈദരാബാദ് പോലീസ്. 10 ദിവസത്തിനകം നോട്ടീസിൽ വിശദീകരണം നൽകണമെന്നും മറുപടി തൃപ്തികരമല്ലെങ്കിൽ തിയേറ്ററിന് നൽകിയ ലൈസൻസ് റദ്ദാക്കുമെന്നും പോലീസ് അറിയിച്ചു. തിയേറ്ററിൽ ഗുരുതര വീഴ്ചകൾ സംഭവിച്ചതായി പോലീസ് നോട്ടീസിൽ പറയുന്നു. മണിപ്പൂരിൽ കലാപകാരികൾ സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് സേവനങ്ങൾ ഉപയോഗപ്പെടുത്തി എന്ന ആരോപണം നിഷേധിച്ച് ഇലോൺ മസ്ക്. ഇന്ത്യയ്ക്ക് മുകളിലെ സ്റ്റാർലിങ്ക് ബീമുകൾ ഓഫാണെന്ന് മസ്ക് എക്സിൽ കുറിച്ചു. ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ സ്റ്റാർലിങ്കിന് ലൈസൻസില്ല. ഇംഫാൽ ഈസ്റ്റ് ജില്ലയിലെ കെയ്റോ ഖുനുവിൽ നടത്തിയ റെയ്ഡിനിടെ ഇന്ത്യൻ ആർമിയുടെ സ്പിയർ കോർപ്സ് ഇന്റർനെറ്റ് ഉപകരണങ്ങളും മറ്റായുധങ്ങളും വെടിക്കോപ്പുകളും പിടിച്ചെടുത്തിരുന്നു. ഇതിലാണ് സ്റ്റാർലിങ്ക് ലോഗോ ഉള്ള ഉപകരണം ഉണ്ടായിരുന്നത്. സംഭലിൽ കയ്യേറ്റമൊഴിപ്പിക്കലിനിടെ ക്ഷേത്രം കണ്ടെത്തിയ പ്രദേശത്തെ ന്യൂനപക്ഷ വിഭാഗം താമസക്കാർ സ്വന്തം വീടുകൾ പൊളിച്ചു തുടങ്ങി. ജില്ലാ ഭരണകൂടം സ്ഥലത്ത് CCTV ക്യാമറകൾ സ്ഥാപിക്കുകയും കയ്യേറ്റ വിരുദ്ധ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഇവർ സ്വന്തം വീടുകൾ പൊളിച്ചു തുടങ്ങിയത്. ജില്ലാ അധികൃതർ എന്തായാലും വീടുകൾ പൊളിക്കുമെന്നും നമ്മൾ തന്നെ അത് ചെയ്താൽ വിലപിടിപ്പുള്ള വലതും സംരക്ഷിക്കാമെന്നും അധികൃതർ പൊളിച്ചാൽ എല്ലാം നശിപ്പിക്കുമെന്നുമാണ് താമസക്കാർ പറയുന്നത്. ക്രിസ്തുമസിന് മുന്നോടിയായി ബഹിരാകാശത്തെ സാന്റാക്ലോസുമാരായി സഞ്ചാരികളായ സുനിത വില്യംസും ഡോൺ പെറ്റിറ്റും. ഇരുവരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലാണ് സാന്റാമാരായി മാറിയത്. നാസ തിങ്കളാഴ്ച ഡ്രാഗണിന്റെ കാർഗോ ഡെലിവറിയിലൂടെ ക്രൂവിനുള്ള സപ്ലൈകളും ക്രിസ്തുമസ് സമ്മാനങ്ങളും എത്തിക്കുകയായിരുന്നു. ഇരുവരും സാന്റയുടെ തൊപ്പിയണിഞ്ഞ് ചിരിച്ചു നിൽക്കുന്ന ചിത്രം നാസ എക്സിൽ പങ്കുവച്ചു.
ചില അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് ഇന്ത്യ ചുമത്തിയ ഉയർന്ന താരിഫിന് പകരമായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും ഉയർന്ന താരിഫ് ചുമത്തുമെന്ന് ട്രംപ്. ഇന്ത്യ ഞങ്ങൾക്ക് നികുതി ചുമത്തിയാൽ ഞങ്ങളും അതേ രീതിയിൽ അവർക്കും നികുതി ചുമത്തും. മിക്കവാറും എല്ലാ കേസുകളിലും ഇന്ത്യ ഞങ്ങൾക്ക് നികുതി ചുമത്തുകയാണ്. അതേസമയം ഞങ്ങൾ ഇന്ത്യക്ക് നികുതി ചുമത്തിയിട്ടില്ലെന്നും ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ബ്ലൂംബെർഗ് ബില്യണയേഴ്സ് സൂചിക പ്രകാരം ലോകചരിത്രത്തിൽ ആദ്യമായി $500 ബില്യൺ ആസ്തി സ്വന്തമാക്കി ലോക കോടീശ്വരൻ ഇലോൺ മസ്ക്. ഇലക്ട്രിക് വാഹനങ്ങളും സോളാർ ബാറ്ററികളും വിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കാർ നിർമ്മാതാക്കളായ ടെസ്ലയുടെ സിഇഒയായ മസ്ക് റോക്കറ്റ് നിർമ്മാതാക്കളായ സ്പേസ് എക്സിന്റെയും ഉടമയാണ്. കൂടാതെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സും ഇലോൺ മസ്കിന്റെ സ്വന്തമാണ്. ഓസ്ട്രേലിയ ഇന്ത്യ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ 3ാം ടെസ്റ്റ് സമനിലയിൽ. അവസാന ദിവസത്തിലെ അവസാന സെഷൻ മഴ മൂലം തടസ്സപ്പെട്ടതോടെ ചർച്ചയ്ക്കൊടുവിൽ മത്സരം സമനിലയായി പ്രഖ്യാപിക്കുകയായിരുന്നു. 9-ന് 252 റൺസ് എന്ന നിലയിൽ 5ാം ദിനം കളി ആരംഭിച്ച ഇന്ത്യ 260-ന് പുറത്തായതിനെ തുടർന്ന് 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗിനിറങ്ങിയ ഓസീസ് 18 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 89 റൺസിന് ഡിക്ലെയർ ചെയ്തു. 275 റൺസ് വിജയലക്ഷ്യത്തോടെ ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 2.1 ഓവറിൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ 8 റൺസ് എടുത്തപ്പോഴേക്കും മഴ വീണ്ടും കളി തടസ്സപ്പെടുത്തുകയായിരുന്നു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ഇന്ത്യയുടെ ഓൾറൌണ്ടർ കൂടിയായ സ്റ്റാർ സ്പിന്നർ രവിചന്ദ്രൻ അശ്വിൻ ഓസ്ട്രേലിയയ്ക്കെതിരെ ബ്രിസ്ബെയിനിൽ നടന്ന ടെസ്റ്റ് മത്സരം സമനിലയിൽ അവസാനിപ്പിച്ചതിന് പിന്നാലെയാണ് പ്രഖ്യാപനം. 106 ടെസ്റ്റിൽ നിന്ന് 537 വിക്കറ്റുകളാണ് താരം ഇതുവരെ വീഴ്ത്തിയത്. 116 ഏകദിനത്തിൽ 156 വിക്കറ്റും 65 ട്വന്റി-20യിൽ 72 വിക്കറ്റും സമ്പാദിച്ചു. ടെസ്റ്റിൽ 6 സെഞ്ചുറികൾ നേടിയിട്ടുണ്ട്. അനിൽ കുംബ്ലെയ്ക്ക് ശേഷം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റെടുത്ത 2ാമത്തെ ബൌളറാണ് അശ്വിൻ. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവിജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.